ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് മുട്ടി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡ്രൈ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, വലിയ ടൈപ്പ് അല്ല കേട്ടോ, ചെറിയ ടൈപ്പ് സോയ ചങ്ക്സ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലുതോ ചെറുതോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെയ്യുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ട് വന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, അടച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. ഇപ്പൊ കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സോയ ചങ്ക്സ് ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. സോയ ചങ്ക്സ് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം 3-4 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന്റെ സ്മെല്ല് ടേസ്റ്റ് ഒന്നും ചിലവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അത് കാരണമാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഞാനൊരു 2 പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഓവറായിട്ട് കഴിച്ചിട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ ഇത് ഷേപ്പ്ലെസ് ആയിട്ട് മാറും കേട്ടോ. ഈ ഒരു രീതിയിൽ, പക്ഷെ വെള്ളം ഉണ്ടാവരുത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓവറായിട്ട് സോഫ്റ്റ് ആവാൻ നിൽക്കരുത്, അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു രീതിയിൽ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ട ചേർത്തിട്ട് നമ്മൾ സോയ ചങ്ക്സ് തയ്യാറാക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇത് നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴായിരിക്കും ഇതിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചു വരിക കേട്ടോ. അപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ ഇതുപോലെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ അളവ് നോക്കുമ്പോൾ 2 ടേബിൾ സ്പൂണിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം അളവിലുണ്ട്. കാരണം നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ അളവിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയുടെ മിക്സ് നമ്മൾ ചേർത്തത് ഇതിൽ കോട്ടായിട്ട് വന്നോളൂ. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വശങ്ങളിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൽ എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് വഴറ്റിയെടുക്കുന്നത്. കാരണം സോയ ചങ്ക്സ് റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അപ്പം തന്നെ ആയിരിക്കും അത് ടേസ്റ്റി ആയിട്ട് മാറുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 1 പോട്ട് റെസിപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നല്ല വലിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 2 ഉപയോഗിക്കാം കേട്ടോ. സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്.
ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോള നന്നായിട്ട് വഴന്നു വരണം, അതുവരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോഴേക്കും സോയ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ആവശ്യത്തിന് എണ്ണയില്ലെങ്കിൽ സവോള വഴന്നു വരാനും അതുപോലെ സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണയില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തുറന്നു വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. ഇപ്പൊ കണ്ടോ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. സോയ ചങ്ക്സും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത്. നമ്മൾ സവോളയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള നന്നായിട്ട് തന്നെ വഴന്നു വരണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടോ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും വഴന്നു വന്നാൽ മതി കേട്ടോ. ആവശ്യത്തിന് തന്നെ സവാള വഴന്നു വന്നിട്ടുണ്ട്, അതുപോലെ സോയ ചങ്ക്സും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. സോയ ചങ്ക്സിന്റെ ഉള്ളിൽ തീരെ വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവരുത്. വാട്ടർ കണ്ടന്റ് വരുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. അതുപോലെ ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ പുലാവ് അതുപോലെ ഉള്ള ഐറ്റംസിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ചുമ്മാണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് സോയ ചങ്ക്സ് ഡ്രൈ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റി അല്ലേ. അപ്പോൾ ഇതിൽ മുട്ട കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ സോയ ചങ്ക്സ് ഡ്രൈ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ സോയ ചങ്ക്സിന്റെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. സോയ ചങ്ക്സ് ബിരിയാണി, അതുപോലെ സോയ ചങ്ക്സ് ഡ്രൈ, സോയ ചങ്ക്സ് ഗ്രേവി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സോയ ചങ്ക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.